പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കർഹമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ കർത്താവേ, വീണ്ടും ഒരു പ്രഭാതം കൂടി കാണുവാനുള്ള ഭാഗ്യം തന്നതിന് നന്ദി പറയുന്നു. ഇന്നേ ദിനം അങ്ങ് എനിക്കായി ഒരുക്കി വച്ചിരിക്കുന്ന എല്ലാ നന്മകൾക്കും നന്ദി പറയുന്നു. ഒത്തിരി പ്രതീക്ഷകളോടെ ഈ ദിനം ഞങ്ങൾ ആരംഭിക്കട്ടെ കർത്താവേ. നിരാശപ്പെടാൻ അങ്ങ് ഇടയാക്കരുതേ. ഞങ്ങളുടെ നിയോഗങ്ങളിൽ, ആവശ്യങ്ങളിൽ അങ്ങയുടെ അത്ഭുതത്തിൻ്റെ കരം പ്രവർത്തിക്കണമേ. എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ദൈവകൃപയ്ക്കായി ഈ പ്രഭാതത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവേ, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥ, ഇന്നേ ദിവസത്തെ പൂർണ്ണമായി അങ്ങ് ഏറ്റെടുക്കണമേ. എൻ്റെ മനസ്സിൻ്റെയും ഹൃദയത്തിൻ്റെയും വിചാരങ്ങളുടെയും പ്രവൃത്തികളുടെയും രാജാവായി അങ്ങ് വാഴണമേ. വാക്കിലും പെരുമാറ്റത്തിലും ചെയ്തികളിലും അങ്ങയുടെ ഇഷ്ടം മാത്രം നിറവേറപ്പെടട്ടെ. ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തതൊന്നും എൻ്റെ ജീവിതത്തിലോ, എൻ്റെ മക്കളുടെ ജീവിതത്തിലോ, എൻ്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലോ, പ്രത്യേകിച്ച് ഇന്നേ ദിവസത്തിലും സംഭവിക്കാതിരിക്കട്ടെ. ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്ന്, ബന്ധുക്കളുടെ ഉപജാപങ്ങളിൽ നിന്ന്, ദുഷ്ടാരൂപികളുടെ സ്വാധീനങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ഓ ഈശോയെ, അങ്ങേ തിരുവിഷ്ടത്തിൽ ഞാൻ ജീവിക്കുകയും അങ്ങേ തിരുവിഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറുകയും ചെയ്യട്ടെ. ഈ ദിവസത്തിൻ്റെ എല്ലാ നന്മകളും ആകുലതകളും അങ്ങേക്കായി സമർപ്പിക്കുന്നു. ഇപ്പോൾ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും കർത്താവെ അങ്ങേ പ്രഭാതത്തിൽ അനുഗ്രഹിച്ചുയർത്തണമേ. അവൻ ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, അങ്ങെന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അങ്ങയുടെ കരം എന്നോട് കൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. 1 ദിനവൃത്താന്തം 4:10 വചനം ഈ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ അനുഗ്രഹമായി മാറട്ടെ. പ്രിയമക്കളെ, ഇന്നത്തെ ദിനം ഈ വചനം നമുക്ക് ആവർത്തിച്ച് പറഞ്ഞ് അനുഗ്രഹം പ്രാപിക്കാം. അതിശക്തമായൊരു വചനമാണ്. നമ്മുടെ മക്കളുടെ ജീവിതങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെടാൻ നമുക്ക് ഈ വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. അവൻ ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, അങ്ങെന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. കർത്താവേ, ഈ പ്രഭാതത്തിൽ അങ്ങെന്നെ അനുഗ്രഹിച്ച് എൻ്റെ മക്കളുടെ, എൻ്റെ ജീവിതത്തിൻ്റെ, എൻ്റെ ജോലി മേഖലയുടെ അതിരുകളെ അങ്ങ് വിസ്തൃതമാക്കണമേ. അങ്ങയുടെ കരം എന്നോട് കൂടെ, എൻ്റെ മക്കളുടെ കൂടെ, എൻ്റെ പ്രിയപ്പെട്ടവരുടെ കൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ആമേൻ. അനുതാപമോടെ കരയുന്ന നേരം എൻ മുന്നിൽ തെളിയും നിൻ രൂപം. അകതാരിലേറിയുമെൻ നൊമ്പരം കാണുമ്പോൾ തേങ്ങുമെൻ നാഥന്റെ ഹൃദയം. എന്നുള്ളിൽ നിറയാ തുടിക്കും നിൻ ഹൃദയം. അനുഭവിച്ചറിയാൻ എന്നുള്ളം. നാഥ, എനിക്കു നീ തന്നീടണേ. അനുതാപമോടെ കരയുന്ന നേരം എൻ മുന്നിൽ തെളിയും നിൻ രൂപം. അകതാരിലേറിയുമെൻ നൊമ്പരം കാണുമ്പോൾ തേങ്ങുമെൻ നാഥന്റെ ഹൃദയം. എന്നുള്ളിൽ നിറയാ തുടിക്കും നിൻ ഹൃദയം. അനുഭവിച്ചറിയാൻ എന്നുള്ളം.
എനിക്കു നീ തന്നീടണേ. പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമായ ഒരു നിയോഗം, നിങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും നടക്കാത്ത നിയോഗം ഈശോയുടെ മുന്നിൽ സമർപ്പിച്ചേ. ഒത്തിരി മക്കൾ പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിച്ച ഈശോയുടെ തിരുമുഖത്തിൻ്റെ ഒരു അത്ഭുത പ്രാർത്ഥനയുണ്ട്. ഈ പ്രഭാതത്തിൽ ഉണർന്ന് നിങ്ങൾ ത്യാഗപൂർവം പ്രാർത്ഥിക്കുമ്പോൾ ഈശോ നിങ്ങളുടെ മേൽ വലിയ കരുണ കാണിക്കും. നിങ്ങളുടെ നിയോഗത്തിൻ്റെ മേൽ ഈശോ വലിയ കരുണ കാണിക്കും. പ്രഭാത പ്രാർത്ഥനയിൽ നമുക്ക് ഈ കൊച്ചു പ്രാർത്ഥന കൂടി ഉൾപ്പെടുത്താം. 9 തവണ ഈ അത്ഭുത പ്രാർത്ഥന ചൊല്ലി നമ്മുടെ നിയോഗത്തിനായി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നിത്യപിതാവേ, പാടുപീഡകളാൽ വിരൂപമാക്കപ്പെട്ട അങ്ങേ തിരുക്കുമാരൻ്റെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങളുടെ പാപങ്ങൾ പൊറുത്ത് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾ അപേക്ഷിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തരണമേ. നിത്യപിതാവേ, പാടുപീഡകളാൽ വിരൂപമാക്കപ്പെട്ട അങ്ങേ തിരുക്കുമാരൻ്റെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങളുടെ പാപങ്ങൾ പൊറുത്ത് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾ അപേക്ഷിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തരണമേ. നിത്യപിതാവേ, പാടുപീഡകളാൽ വിരൂപമാക്കപ്പെട്ട അങ്ങേ തിരുക്കുമാരൻ്റെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങളുടെ പാപങ്ങൾ പൊറുത്ത് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾ അപേക്ഷിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തരണമേ. നിത്യപിതാവേ, പാടുപീഡകളാൽ വിരൂപമാക്കപ്പെട്ട അങ്ങേ തിരുക്കുമാരൻ്റെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങളുടെ പാപങ്ങൾ പൊറുത്ത് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾ അപേക്ഷിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തരണമേ. നിത്യപിതാവേ, പാടുപീഡകളാൽ വിരൂപമാക്കപ്പെട്ട അങ്ങേ തിരുക്കുമാരൻ്റെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങളുടെ പാപങ്ങൾ പൊറുത്ത് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾ അപേക്ഷിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തരണമേ. നിത്യപിതാവേ, പാടുപീഡകളാൽ വിരൂപമാക്കപ്പെട്ട അങ്ങേ തിരുക്കുമാരൻ്റെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങളുടെ പാപങ്ങൾ പൊറുത്ത് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾ അപേക്ഷിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തരണമേ. നിത്യപിതാവേ, പാടുപീഡകളാൽ വിരൂപമാക്കപ്പെട്ട അങ്ങേ തിരുക്കുമാരൻ്റെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങളുടെ പാപങ്ങൾ പൊറുത്ത് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾ അപേക്ഷിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തരണമേ. നിത്യപിതാവേ, പാടുപീഡകളാൽ വിരൂപമാക്കപ്പെട്ട അങ്ങേ തിരുക്കുമാരൻ്റെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങളുടെ പാപങ്ങൾ പൊറുത്ത് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾ അപേക്ഷിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തരണമേ. നിത്യപിതാവേ, പാടുപീഡകളാൽ വിരൂപമാക്കപ്പെട്ട അങ്ങേ തിരുക്കുമാരൻ്റെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങളുടെ പാപങ്ങൾ പൊറുത്ത് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾ അപേക്ഷിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തരണമേ. കാവൽ മാലാഖയുടെ സഹായം തേടി പ്രാർത്ഥിക്കാം. എന്നെ കാക്കുന്ന കർത്താവിൻ്റെ മാലാഖയെ, ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിച്ചിരിക്കുന്ന എന്നെ ഈ ദിവസം പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ. പാപക്കെണിയിൽ നിന്നും എല്ലാ അപകട വഴികളിൽ നിന്നും എന്നെ കാത്ത് ജീവിതാന്ത്യത്തിൽ സ്വർഗത്തിലെത്താൻ സഹായിക്കണമേ. ആമേൻ. എൻ്റെ പേരിന് കാരണമായ വിശുദ്ധനെ, വിശുദ്ധയെ, ഇന്നത്തെ എൻ്റെ ജീവിതം എല്ലാവിധത്തിലും അനുഗ്രഹപൂർണമാകുവാൻ എനിക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കണമേ. അങ്ങയുടെ സഹായത്താൽ എൻ്റെ അനുദിന ജീവിതം സുഹൃതസമ്പന്നമാകുവാനും അവസാനം സ്വർഗത്തിൽ അങ്ങയോടൊത്ത് ദൈവത്തെ അനവരതം പാടി സ്തുതിക്കുവാനും ഇടയാക്കണമേ. ആമേൻ. ഈശോയുടെ തിരുഹൃദയത്തിന് നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടമായ ഈശോയുടെ ഏറ്റവും പരിശുദ്ധ തിരുഹൃദയമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. എൻ്റെ പാപങ്ങൾ ഓർത്ത് മനസ്തപിച്ചുകൊണ്ട് പാപിയായ എൻ്റെ ഹൃദയത്തെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എളിമയും ക്ഷമയും വിശുദ്ധിയും അങ്ങയുടെ തിരുഹിതത്തോട് വിധേയത്വവും നൽകി എന്നെ അനുഗ്രഹിക്കണമേ. നല്ല ഈശോയെ, അങ്ങയിലും അങ്ങേക്ക് വേണ്ടിയും ജീവിക്കാനുള്ള കൃപ നൽകണമേ. ആപത്തിൽ സംരക്ഷണവും ദുഃഖത്തിൽ ആശ്വാസവും അനുദിന ആവശ്യങ്ങളിൽ സഹായവും ഞാൻ ചെയ്യുന്ന പ്രവർത്തികളിൽ അങ്ങയുടെ അനുഗ്രഹവും ഭാഗ്യമരണവും തന്നരുളയണമേ. ആമേൻ. എന്നോടുള്ള സ്നേഹത്താൽ കത്തിയെരിയുന്ന ഈശോയുടെ തിരുഹൃദയമേ, അങ്ങയോടുള്ള സ്നേഹത്താൽ എൻ്റെ ഹൃദയത്തെ ജ്വലിപ്പിക്കണമേ. നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളെ പരിശുദ്ധ അമ്മയുടെ സന്നദ്ധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വത്സല നിത്യസഹായനാഥേ, കളങ്കമറ്റ ദിവ്യജനനെ, അങ്ങയെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നാഥയായും അധികാരിയായും ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ട അമ്മേ, ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും സ്ഥാപനങ്ങളെയും
അങ്ങയുടെ സംരക്ഷണത്തിനായി സമർപ്പിക്കുന്നു. വത്സലനാഥേ, പകർച്ചവ്യാധികളിൽ നിന്നും, അഗ്നിബാധയിൽ നിന്നും, ഇടിയിലും കൊടുങ്കാറ്റിലും നിന്നും, ഭൂകമ്പത്തിൽ നിന്നും, പാഷണ്ഡ സിദ്ധാന്തങ്ങളിൽ നിന്നും, വ്യോമാക്രമണങ്ങളിൽ നിന്നും, ശത്രുക്കളുടെ ദുഷ്ടതയിൽ നിന്നും, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളുടെ ഭവനത്തെയും നാടിനെയും കാത്തുരക്ഷിക്കണമേ. സ്നേഹമുള്ള അമ്മേ മാതാവേ, ഈ ഭവനത്തിലും ഇതിനോട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലും വസിക്കുന്ന എല്ലാവരെയും അങ്ങ് സംരക്ഷിക്കണമേ. ഞങ്ങൾ പുറത്തു പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഒരുക്കമില്ലാതെയുള്ള പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളെ എല്ലാ പാപത്തിൽ നിന്നും ആപത്തിൽ നിന്നും അകറ്റണമേ. ഇഹത്തിൽ ദൈവത്തെ വിശ്വസ്തയോടെ സേവിക്കുവാനും പരത്തിൽ അങ്ങയോട് കൂടി എന്നേക്കും ദൈവ തിരുമുഖത്തിൻ്റെ അനുഗ്രഹീത ദർശനം ആസ്വദിക്കുവാനുമായി അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യൗസേപ്പിതാവേ, ഹെറോദോസിൻ്റെ ക്രൂരവാളിൽ നിന്നും ഉണ്ണീശോയെ കാത്തുരക്ഷിച്ചതുപോലെ പിശാചിൻ്റെ കെണിയിൽ നിന്നും ദുഷ്ടന്മാരുടെ സകല തന്ത്രങ്ങളിൽ നിന്നും ഈ ഭവനത്തെയും ഇതിലെ എല്ലാ നിവാസികളെയും ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും സ്ഥാപനങ്ങളെയും കാത്തുരക്ഷിക്കണമേ. ആമേൻ.